birthday to you. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു വ്യാഴാഴ്ച. ഈ വീക്ക് ഡേയ്സിൽ ബർത്ത്ഡേ വന്നാൽ കുറച്ച് പാടാണല്ലേ. പിള്ളേർക്ക് സ്കൂള്, നമുക്ക് ജോലി, പിന്നെ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ ഒരു കേക്ക് തട്ടിക്കൂട്ടി. എത്ര വലുതായാലും നമ്മുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ കുട്ടികൾ എത്ര വലുതായാലും നമുക്ക് എപ്പോഴും അവർ ചെറിയ കുട്ടികളാണല്ലേ. അതുകൊണ്ട് ഞാനും വിചാരിച്ചു എത്ര തിരക്കുണ്ടേലും ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ വെക്കാമെന്ന്. നേരത്തെ പ്ലാനൊന്നും ചെയ്തില്ലെങ്കിലും പിന്നെ പെട്ടെന്ന് വിചാരിച്ചു ഡിന്നർ പുറത്തുനിന്ന് ആക്കാമെന്ന്. പിന്നെ ഉടനെ തന്നെ ബർത്ത്ഡേ ബോയോട് ചോദിച്ചു ഏത് ഫുഡാണ് കഴിക്കാൻ ഇഷ്ടമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ ഇറ്റാലിയൻ മതിയെന്ന്. ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയിൽ 2 നല്ല ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. ട്രട്ടോറിയ ലാ ബുസോള, ട്രട്ടോറിയ കാർഡലി. ഇത് രണ്ടും നടത്തുന്നത് സഹോദരങ്ങളാണേ. ഇവിടെ രണ്ടിടത്തും നമ്മൾ ടേബിൾ നേരത്തെ റിസർവ് ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ കാർഡലിയിൽ വിളിച്ചൊരു ടേബിളൊക്കെ ബുക്ക് ചെയ്തു. സാധാരണ പെട്ടെന്ന് എപ്പോൾ ഇവിടെ വിളിച്ചാലും ഫുള്ളാണെന്നാണ് പറയാറ്. പക്ഷേ ഇന്ന് എന്തോ ടേബിൾ ഫ്രീ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. പിന്നെ ഇപ്പം ക്രിസ്മസ് ടൈമും കൂടെ ആയതുകൊണ്ട് എല്ലായിടത്തും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ലസാനിയും പിന്നെ സാൽമൺ ഫിഷിൻ്റെ ഒരു പാസ്തയും ഉണ്ട്, പെന്നെ അൽ സാൽമോണെ. ഇത് രണ്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇന്ന് പാസ്ത കഴിക്കാൻ ആർക്കും വലിയ മൂഡില്ലായിരുന്നു. അതുകൊണ്ട് പിസ്സയാണ് ഓർഡർ ചെയ്തത്. പിസ്സ മാർഗറീറ്റയും പിന്നെ ഹാമും പാർമസാൻ ചീസും റുക്കോളയും കൂടി ഇട്ട ഒരു പിസ്സയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോഴേക്കും ലസാനിയ വന്നു. ഓവനിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ട് വേണ്ട ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുക. പിസ്സ പോലല്ല, ഇത് കഴിക്കുമ്പോൾ നമ്മൾ നന്നായി സൂക്ഷിക്കണം. നമ്മൾ വായിലോട്ടിട്ട് കഴിയുമ്പോൾ നമ്മുടെ വാ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. തിളയ്ക്കുന്ന ചൂടാണിതിന്. പക്ഷേ ഇത് ചൂടായിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. അതുമാത്രമല്ല ഇവിടുത്തെ ലസാനിയ നല്ല ജ്യൂസിയാണ്. ലസാനിയ ഞങ്ങൾ കഴിച്ചു തീർത്തു. പക്ഷേ പിസ്സ മുഴുവനും കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളത് പാക്ക് ചെയ്ത് വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു റെസ്റ്റോറൻറ്റിൽ വന്നാൽ കഴിക്കുക, വേഗം ഇറങ്ങുക. ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കഴിച്ച് കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് മണിക്കൂർ കണക്കിനാണ് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നത്. നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.